ഞാൻ കുറെ തന്തയ്ക്ക് വിളിക്കുന്ന എല്ലാവരും. പക്ഷെ ഇവനെ ഈ CPM സൈബർ പാർട്ടികളെ തന്തയ്ക്ക് വിളിച്ചാലും പോരാ. ഇത് കമ്മ്യൂണിസമാണോ? ഏകാധിപത്യമല്ല, ഫാസിസവും അല്ല. എന്തൊരു നാണക്കട, എത്ര കോടി രൂപ മുടക്കിയത്. സാർ, ഇപ്പൊ ഒരുപാട് നാളായിട്ട് ഈ CPM സദാചാരന്മാർ, അതായത് സൈബർ പോരാളി ഷാജി എന്നിവർ ഈ BJPയിലേക്ക് പോകുന്ന നേതാക്കന്മാരെതിരെ സൈബർ ആക്രമണം, ശോഭന, മറിയക്കുട്ടി, സുരേഷ് കുട്ടി, മംഗള കല്യാണം ഇന്നലെ മുതൽ KS ചിത്രയ്ക്ക് നേരെ. ഞാനേ കേട്ടോ, ഇതിനെപ്പറ്റി മറുപടി പറയാൻ ഞാൻ കുറെ തന്തയ്ക്ക് വിളിക്കുന്ന എല്ലാവരും. പക്ഷെ ഇവനെ ഈ CPM സൈബർ പാർട്ടികളെ തന്തയ്ക്ക് വിളിച്ചാലും പോരാ, വേറെ വാക്ക് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്ന എങ്ങനെ പരസ്യം. അതുകൊണ്ട് ഞാൻ പറയാൻ പഠിക്കുന്നു. എത്ര വൃത്തികെട്ടവന്മാരാ, സ്വന്തം തന്തയും തള്ള അറിയത്തില്ലാത്തവന്മാര്, സ്വന്തം പെങ്ങളെ അറിയത്തില്ലാത്ത തെണ്ടികളല്ലേ ഇവന്മാര്. ഇവന്മാരുടെ തന്നെ വർത്തമാനം പറയുന്നത്. ചിത്രയെ പോലെ ഒരു മാന്യായ കുടുംബിനെ പോലും വൃത്തികൾ പറയാന്ന് പറഞ്ഞാൽ അത് ശോഭന എന്ന് പറയുന്ന നടി ഇന്ന് വരെ ഒരു പേദോഷം കേൾക്കാത്ത ഏറ്റവും മാന്യായ നടിയാണ്. ആ നടിയെ പറ്റി വൃത്തികട പറയുക. സുരേഷ് ഗോപിയെ പറ്റി, സുരേഷ് ഗോപിയുടെ മകളെ പറ്റി പറയുക. ഈ തന്തയ്ക്ക് ഓർക്കാൻ നമുക്ക് എന്ത് പറ്റി? പിണറായിയുടെ അല്ലേ പാർട്ടി, പിന്നെ എങ്ങനെ നന്നാകും? അയാളുടെ മകളെങ്ങനെ പോട്ടെ, ഒരു പെണ്ണെ പറ്റി മോശം പറഞ്ഞാൽ ഇല്ല. അങ്ങനെ എല്ലാ വീട്ടിലെ പെണ്ണുങ്ങളൊന്നും പിണറായിയുടെ സൈബർ സെല്ലിൽ എത്തിച്ചാൽ എങ്ങനെ നോക്കുന്നത്? വളരെ മോശം. ഇത് വളരെ മോശം. അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഇതിനെതിരെ പരാതി കൊടുത്താൽ എന്തുകൊണ്ട് കേരള പോലീസ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കില്ല? പേടിക്കണ്ട. ഇപ്പൊ പരാതി കൊടുത്താൽ അവിടെ കിടക്കുള്ളൂ. പക്ഷെ നിർബന്ധമായി പരാതി കൊടുത്ത് ഇടണം. ഒന്നല്ല 2 മാസം ഇവൻ പിണറായി എന്ന് പറഞ്ഞു പോകും, വേറെ ആള് വരും. നല്ലൊരു ഭരണം ഇവിടെ ഉണ്ടാവും. ധൈര്യമായിട്ടിരുന്നു. ആ ഭരണം വരുമ്പോ ഇല്ല ഗവർണറുടെ കയ്യിലേക്ക് പോകും. അപ്പൊ ഇവനെയൊക്കെ പിടിച്ച് അടുത്തിടാം. ധൈര്യമായിട്ട് കേസ് കൊടുക്കാൻ പറ കേട്ടോ. ആര് ചോദിച്ചാലും ഒന്നും പറയില്ല, എന്തും പറയാം, വാതുറന്ന് എന്തും പറയാം. അയ്യോ, സങ്കടകര. കോടാനുകോടി രൂപ മോഷ്ടിക്കുക. ഈ CMRന്റെ കേസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, 40,000 കോടി രൂപ ഖജനാവിന് നഷ്ടം പറ്റി കേസാണ്. മനസ്സിലായില്ലേ? വൃത്തികെട്ടവന്മാർ ഈ രാജ്യം മുഴുവൻ മോട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോവുക, സർക്കാർ കിട്ടേണ്ട കാശിന്റെ പകുതി മരിക്കുക, പകുതി സമ്പന്നന്മാർക്ക് കൊടുക്കുക. ഇതെല്ലാം കമ്മ്യൂണിസം. ഇത് കമ്മ്യൂണിസമാണോ? ഏകാധിപത്യമല്ല, ഫാസിസവും അല്ല. പാർട്ടി സെക്രട്ടറി MP തോമസ് പറഞ്ഞ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് സൂര്യനെ പോലെയാണ്. അടുത്ത് ചെന്നാൽ ആര് ചെന്നാലും അത് സാറില്ല. ഈ MP തോന്നുന്നു ഞാൻ മകനാണെന്നും പഴയ ഈ ക്രാഫ്റ്റ് വാദ്യാരാന്നും ആർക്കും അറിയത്തില്ല. അയാൾ മാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്നെ വലിയ കൂടി വാദ്യാര പറയും. അവൻ ക്രാഫ്റ്റ് പഠിപ്പിക്കാതെ ജോലി. അവനെ പഠിച്ച് പാർട്ടി സെക്രട്ടറി ഒക്കെ ആയിരുന്നു നന്നാവും. അയാൾ പറയുന്നത് കേട്ട ചിരി വരികയില്ല. സൂര്യനുണ്ട് കൊന്തവാ പിണറായിയെ പറ്റി ഈ കൂടെ ഊളത്തോടൊക്കെ പറയുന്നത്. ഇങ്ങളെയൊക്കെ പിടിച്ച് ഒരു പാർട്ടി സെക്രട്ടറി അയാളെ ഇരുത്താൻ കൊള്ളൂ എന്ന് ആലോചിച്ച് ഇച്ചൂടെ മാനേജർ സംസാരിക്കുക, പിടിച്ച് പാർട്ടി സെക്രട്ടറി ആക്കട്ടെ. നാണക്കേട്. പിണറായിയെ പറ്റി പറയാനുള്ള ഒന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒത്തിരി പറഞ്ഞിട്ടൊക്കെ എടുത്തും കിട്ടുണ്ടാവും. അതുപോലെ ഇന്നലെ പറഞ്ഞു വെച്ചാൽ നവകേരള സദസ്സിൽ 1.5 കോടി ജനങ്ങൾ പങ്കെടുത്ത് വൻ വിജയമായിരുന്നു, പരാതികളെല്ലാം പരിഹരിച്ച് തീരാറായി എന്നൊക്കെ പറയും. ഇത് നടന്ന സംഭവങ്ങളാണ്. ഈ പരാതി പരിഹരിച്ചിട്ട് ആർക്കും അറിയില്ല. കാര്യമുണ്ടോ? അയാളെ 1 കോടി 1 ലക്ഷത്തിൽ ചെല്ലുവാനും പരാതി കിട്ടിയെന്നും 1.5 കോടി ജനങ്ങൾക്ക് പങ്കെടുത്തു 1156 പരാതിക്ക് പരിഹാരം ഉണ്ടാക്കിയെന്നാണ് ഗവൺമെന്റ് ഔദ്യോഗിക അറിയിപ്പ്. അപ്പൊ 1156 1 ലക്ഷം പരാതിയിലും 1156 എന്ന് പറഞ്ഞ 1% ഉള്ളൂ. മനസ്സിലായില്ലേ? ഈ പരാതി ഞാൻ കിട്ടിയ പരിഹരിച്ച പരാതി നോക്കി വില്ലേജ് തീർക്കേണ്ടത് വില്ലേജ് അയച്ചു കൊടുത്തു. വില്ലേജ് തീർത്തതാണ്. എന്തൊരു നാണക്കട, എത്ര കോടി രൂപ മുടക്കിയത്. കാസർഗോഡ് തിരുവനന്തപുരം വരെ ബസ്, എയർ കണ്ടീഷൻ ബസ്, ലിഫ്റ്റുള്ള ബസ്, കക്കൂസും കുളിമുറിയുള്ള ബസ്. പിന്നെ കക്കൂസ് ഇമാരെ ഓർക്കും കക്കൂസിൽ പോകാൻ തോന്നില്ല. അതുകൊണ്ട് കക്കൂസ് നന്നായി. അത് ആ ബസ്സിന്റെ പുറകെ ഈ നാണം കെട്ടവന്മാര് മന്ത്രിമാരെല്ലാം ബസ്, കാറ്, ആ കാറിന് ഒരു എസ്കോർട്ടും പൈലറ്റും. ഒന്നാണ് എത്ര വണ്ടിയാ? 10-400 വണ്ടി ഈ സർക്കാർ കയ്യിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പുറകെ സഹാക്കന്മാരുടെ. ഇത് എവിടെ പോയി നിൽക്കും? ഇതൊക്കെ ഇടിവെട്ടി പോകുന്നതൊക്കെ അത് ഞാൻ പറയുന്നുള്ളൂ. ഈ കേരളത്തിൽ പ്രമുഖ ആൾക്കാർ BJPയിലോട്ട് പോകുമ്പോൾ CPM സ്ഥാനത്തിൽ എന്തിനാ ഭയക്കുന്നത്? ഇത്ര ഭയം എന്തിനാണ് അവർക്ക്? സ്വാഭാവികമായിട്ടും മനുഷ്യൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൽ BJPയിലേക്ക് പോകും. ഞാൻ പോലെ എല്ലാവരും BJP ചേരാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായി? അതിന്റെ കുഴപ്പം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹമാസ് തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് പ്രകടനം വെച്ച് പിണറായി വിജയൻ മുസ്ലിങ്ങൾ വോട്ട് പിടിക്കാൻ വേണ്ടി ആയിക്കോട്ടെ. കോൺഗ്രസ് എന്തായത്? പ്രത്യേകിച്ച് കോൺഗ്രസ് ഹമാസ് അനുകൂല പ്രതിഷേധ പ്രകടനം. ആർക്കെതിരെ? ഇസ്രായേലിനെതിരെ ഇവന്മാർ വല്ല ഇവിടെ പ്രതിഷേധിച്ച് വല്ല കാര്യമുണ്ടോ? അപ്പൊ ആ പ്രതിഷേധത്തിന്റെ കാര്യം എന്താ? ഇവന്മാർ രണ്ടും കാക്കാമാരെ മുസ്ലിങ്ങളെ മതി, വേറെ ആരും വേണം. ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യാനിയും പിന്നെ എന്നാ ചെയ്യണം? ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതിക്കാരനും പട്ടികവർക്കാരനും എന്ത് ചെയ്യണം? അവനൊക്കെ ജീവിക്കണമെങ്കിൽ BJP ചേർന്ന ഗതിയാണ്.
ഇല്ലെങ്കിൽ ഇവനെല്ലാം കൂടെ കഴുത്ത് വെട്ടും. ഏതായാലും മോദി എന്ന് പറയുന്ന ആൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഇല്ലായിരുന്നു നമ്മുടെ കേരളത്തിൽ മറ്റ് ഹിന്ദു, ക്രിസ്ത്യൻ, ഇതര മുസ്ലിം ഇതര വിഭാഗങ്ങളെ എത്ര തലയില്ലാത്ത കഴുത്ത് കാട്ടി വന്നതിനൊന്ന് ആലോചിച്ചു നോക്കി. ഏതായാലും ദൈവം അനുഗ്രഹിച്ചു കേന്ദ്രമെങ്കിലും ഇങ്ങനെ നിൽക്കുന്നത്.